നമസ്കാരം. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായുള്ള തത്സമയ അഭിമുഖ പരിപാടിയിലേക്ക് സ്വാഗതം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണം സാധ്യമാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് സംവിധാനങ്ങൾ സജ്ജമാക്കിയിരിക്കുകയാണ്. 41 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. ഈ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ വികസന കാഴ്ചപ്പാടുകൾ മുഖ്യമന്ത്രി നമുക്കൊപ്പം പങ്കുവെക്കുകയാണ്. ഒപ്പം വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്യും. CM സ്വാഗതം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ തകർച്ചയോട് കേരളം സമരസപ്പെട്ട് ഇനി ഈ രംഗത്തൊന്നും സാധ്യമാകില്ല എന്ന് കരുതി അതിനെ ഉൾക്കൊണ്ടിരുന്ന ഒരു കാലത്താണ് താങ്കളുടെ സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ 4 വർഷത്തിന് ശേഷം എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് മുറികൾ സജ്ജമായിരിക്കുന്നു. എത്രമാത്രം ഈ 4 വർഷം കൊണ്ട് നേടിയ ഈ നേട്ടത്തിൽ എത്രമാത്രം തൃപ്തനാണ് താങ്കൾ? ഇത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നേട്ടം തന്നെയാണ്. കാരണം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം വലിയ തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസത്തിൽ തൽപരരായവരെല്ലാം വല്ലാത്ത മനോവേദന അനുഭവിക്കുകയായിരുന്നു. കാര്യം ഇതിങ്ങനെ തകർന്നു പോവുകയാണല്ലോ എന്ന ചിന്തയിൽ. ആ ഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്ന ചിന്ത സർക്കാരിനുണ്ടാകുന്നത്. 4 മിഷനുകൾ പ്രഖ്യാപിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രഖ്യാപിക്കുമ്പോൾ ഉദ്ദേശിച്ച കാര്യം നാടിൻ്റെ ആകെ പങ്കാളിത്തത്തോടെ പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്നാണ്. മികവിൻ്റെ കേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ 2 തരത്തിലാണ്. ഒന്ന്, പല പൊതുവിദ്യാലയങ്ങളും വളരെ പഴക്കം ചെന്നതും കെട്ടിടങ്ങൾ പലതും ജീർണാവസ്ഥയിലുള്ളതുമാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ തന്നെ വല്ലാതെ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തല സൗകര്യ വികസനം, ആവശ്യമായ ശുചിമുറികൾ, ലാബ് സൗകര്യങ്ങൾ, കുട്ടികൾക്ക് സൗകര്യപ്രദമായ ക്ലാസ് മുറികൾ, ഒരു കെട്ടിടം ഇതിന് പറ്റിയ തരത്തിൽ മാറൽ, ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തല സൗകര്യ വികസനത്തിലാണ് ഒരു ഭാഗം കേന്ദ്രീകരിക്കാൻ കണ്ടത്. അതോടൊപ്പം തന്നെ അക്കാദമിക് നിലവാരം ഉയർത്തൽ, ഇത് രണ്ടും നല്ല നിലയിൽ നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എത്രമാത്രം മാറിയിരിക്കുന്നുവെന്ന് മൊത്തത്തിലൊരു പരിപാടി നടത്തി ഉദ്ഘാടനം ചെയ്തപ്പോൾ, പുതിയ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ കാഴ്ചയിലൂടെ എല്ലാവരും ഇതിൽ ആവേശഭരിതരാകുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ ദിനം അതിനേക്കാളെല്ലാം പ്രാധാന്യമുള്ളതാണ്. ഈ തരത്തിൽ പശ്ചാത്തല സൗകര്യ വികസനം നേടാൻ കഴിഞ്ഞ വിദ്യാലയങ്ങളിൽ ആ വിദ്യാലയങ്ങളും ക്ലാസ് മുറികളും ഹൈടെക് ആക്കുക എന്നത് നേരത്തെ തന്നെ ഗവൺമെൻറ് ഉദ്ദേശിച്ചതാണ്. അതിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ക്ലാസ് മുറികളിൽ ഡിജിറ്റൽ സൗകര്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും, പഠന സൗകര്യങ്ങൾ ഒരുക്കുക എന്നാണ് ആദ്യം തീരുമാനിച്ചത്. ഹൈസ്കൂളും
ഹയർ സെക്കൻഡറി സ്കൂളും പൂർണ്ണമായി ഡിജിറ്റൽ സൗകര്യമുള്ളതായി മാറുക. അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. ഇത് കേരളത്തിൻ്റെ പൊതുവായൊരു നേട്ടമാണ്. എല്ലാവരും വിദ്യാഭ്യാസ തൽപരരായ മുഴുവൻ പേരും ഇതിൽ പങ്കുവഹിച്ചു എന്നതാണ് വസ്തുത. ഈ നേട്ടം നമ്മുടെ ഭാവി തലമുറക്ക് അങ്ങേയറ്റം ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഡിജിറ്റലാകുന്ന ആദ്യ സംസ്ഥാനമെന്ന പദവിയും ഇതോടെ കേരളത്തിന് നേടാൻ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നാം ഉദ്ദേശിച്ച കാര്യം കുറഞ്ഞ സമയത്തിൽ ഉദ്ദേശിച്ചതിനേക്കാളും കുറഞ്ഞ ചെലവിൽ അതിനിടയാക്കിയത് ജനപങ്കാളിത്തമാണ്. വലിയ തോതിലുള്ള പങ്കാളിത്തം ജനങ്ങളിൽ നിന്നാകെയുണ്ടായി. അതിൻ്റെയെല്ലാം ഫലമായാണ് ഇത്തരമൊരു നേട്ടം നമുക്ക് നേടാനായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ വിദ്യാഭ്യാസ രംഗത്തെ ഈ കുതിപ്പ് അത് നാടാകെ ഏറ്റെടുക്കുന്ന കാഴ്ച തന്നെയാണ്. ഇന്നിപ്പോൾ നമുക്കൊപ്പം വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും ചോദ്യങ്ങളുമായി അവരുടെ പ്രതീക്ഷകളുമായി ഒക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ ശ്രീ ടി പത്മനാഭൻ അദ്ദേഹം ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അത് കേട്ടിട്ട് തിരിച്ചെത്താം. വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം. അടുത്ത കാലത്തായി ഈ വിഷയത്തിൽ കേരളം അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മുടെ എല്ലാ സ്കൂളുകളും ഇപ്പോൾ സ്മാർട്ടായി. പക്ഷേ നമുക്കിതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയില്ലല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ ഈ സ്കൂളുകളെ മുഴുവൻ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള അടുത്ത പടി എന്തൊക്കെയായിരിക്കും? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ശ്രീ ടി പത്മനാഭൻ്റെ വാക്കുകൾ നമുക്ക് പൊതുവിൽ ആവേശം പകരുന്ന ഒന്നാണ്. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നാം ലക്ഷ്യമിട്ടത് തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകൾ എന്നതാണ്. അതിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള അന്താരാഷ്ട്ര തലത്തിൽ എത്ര മികവാർന്ന വിദ്യാലയവുമായും കിടപിടിക്കത്തക്ക അവസ്ഥ നമ്മുടെ ഒരു സാധാരണ പൊതുവിദ്യാലയത്തിന് ഉണ്ടാക്കുക എന്നതാണ് നാം ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായി എൽ പി സ്കൂളുകൾ തൊട്ട് എൽ പി സ്കൂളുകൾ, യു പി സ്കൂളുകൾ, ഹൈ സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഇതെല്ലാം എല്ലാ പൊതുവിദ്യാലയങ്ങളും ഹൈടെക്കായി മാറി എന്നതാണ് അർത്ഥം. അപ്പം ഇത്തരം ഒരു നേട്ടം നേടാൻ കഴിഞ്ഞ നമുക്ക് അദ്ദേഹം ആഗ്രഹിച്ചതുപോലുള്ള വളർച്ച നേടാനാകുമെന്നുറപ്പാണ്. അതിന് തന്നെയാണ് സർക്കാർ ശ്രമിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളും സ്മാർട്ട് ക്ലാസ്സുകളായി മാറുക, മൊത്തത്തിൽ ഹൈടെക്കായി മാറുക, ഇത് തന്നെയാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇതിവിടെ അവസാനിപ്പിക്കാനല്ല, കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കാണുന്നത്. തീർച്ചയായും. അടുത്തതായി ഇന്ത്യയിലെ തന്നെ പ്രമുഖ മാധ്യമപ്രവർത്തകരിൽ ഒരാളും ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ കൺസൾട്ടിംഗ് എഡിറ്ററുമായ ശ്രീ രാജ്ദീപ് സർദേശായി ഒരു ചോദ്യവുമായി എത്തുന്നു. Mr. Chief Minister, even as you claim that Kerala will be a completely digitally schooled state,
Can you give an assurance that this digitally schooled state will cut across the rural-urban divide, that rural schools will have the same facilities as elite urban schools? ശ്രീ രാജീവ് സർദാശായി, അങ്ങയുടെ വാക്കുകൾക്ക് നന്ദി. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ് നിങ്ങൾ. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ നഗരമാണ് കേരളം എന്നുള്ളതാണ്. സാധാരണ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കാണുന്ന നഗര ഗ്രാമ വ്യത്യാസം അത്രത്തോളം പ്രകടമല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഏത് നഗരത്തിൽ ഉള്ള പൊതുവിദ്യാലയത്തോടും എല്ലാ അർത്ഥത്തിലും കിടപിടിക്കാവുന്ന പൊതുവിദ്യാലയം തന്നെയാണ് ഏത് ഗ്രാമത്തിലുമുള്ളത്. അത് എത്ര ദൂരത്തുള്ള ഉൾഗ്രാമമായാലും, സാധാരണ പറയുന്ന കുഗ്രാമമായാലും, അവിടെയുള്ള സ്കൂളും വലിയ പട്ടണത്തിലുള്ള സ്കൂളും ഇപ്പോൾ ആർജിച്ച നേട്ടത്തിൽ വലിയ വ്യത്യാസം കാണില്ല. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലം കഴിഞ്ഞാൽ അങ്ങ് കേരളത്തിൽ വരണം, ഗ്രാമങ്ങളിലുള്ള സ്കൂളുകൾ അങ്ങ് പോയി കാണുകയും അവിടുത്തെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷാകർത്താക്കളെയുമൊക്കെ കണ്ട് അങ്ങ് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് വിലയിരുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതൊരു ക്ഷണമായി സ്വീകരിച്ച് കോവിഡിന് ശേഷം അങ്ങ് ഇങ്ങോട്ട് വരണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും ലോകത്ത് ഏത് കോണിലുള്ളവരെയും അഭിമാനത്തോടെ കേരളത്തിലേക്ക് സ്വീകരിച്ച് ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ നേട്ടങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നു. അടുത്തതായി ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥനും കേരളത്തിൻ്റെ എല്ലാ നേട്ടങ്ങളെയും വളരെ അഭിമാനത്തോടെ കാണുന്ന പ്രവാസിയുമായ ശ്രീ മുരളി തുമ്മാരുകുടി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമസ്കാരം. കേരളത്തിലെ സർക്കാർ മേഖലയിലുള്ള എല്ലാ സ്കൂളുകളും ഇന്നത്തോടെ ഹൈടെക് ആയി എന്നുള്ളത് എല്ലാ പ്രവാസികളെ പോലെ എനിക്കും ഏറെ അഭിമാനം നൽകുന്നതാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എനിക്ക് ഉള്ളതൊരു ചോദ്യമല്ല, ഒരു ചെറിയ റിക്വസ്റ്റാണ്. ഞാൻ ലോകത്ത് എവിടെയും സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള അനവധി പ്രവാസികൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു ആവശ്യം, അവരെല്ലാം ബഹുഭൂരിപക്ഷവും നാട്ടിലെ സാധാരണ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ച് വിദേശത്ത് വന്ന ആളുകളാണ്. അവരുടെ കുട്ടികൾ ഇപ്പോൾ വിദേശത്ത് സ്കൂളുകളിൽ പഠിക്കുന്നു. അവർ നാട്ടിൽ വരുമ്പോൾ അവരുടെ കുട്ടികൾക്ക് അവരുടെ നാട്ടിലുള്ള സ്കൂളിൽ അല്ലെങ്കിൽ അവർ പഠിച്ച സ്കൂളിൽ ഒരു ദിവസം പോയി അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരുമായി ഇടപഴകാനും ആ സ്കൂളിലെ രീതികളും സൗകര്യങ്ങളും മനസ്സിലാക്കാനുമുള്ളൊരു അവസരം കിട്ടിയാൽ അത് രണ്ടു കൂട്ടരുടെയും, പ്രവാസികളായ കുട്ടികളുടെയും നാട്ടിലെ കുട്ടികളുടെയും വ്യക്തിത്വ വികസനത്തിനും അവർ തമ്മിലൊരു സാമൂഹ്യ ബന്ധമുണ്ടാകുവാനും ഉപകരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അടുത്ത ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ അവധിക്കാലം മുതൽ കൊറോണയെല്ലാം പോകുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഇങ്ങനെയൊരു ഓപ്പൺ ഹൗസ് പ്രഖ്യാപിക്കുന്നതിനെ പറ്റി ആ ദിവസത്തിൽ ആ ഗ്രാമത്തിലോ നഗരത്തിലോ ഉള്ള എല്ലാ പ്രവാസി വിദ്യാർത്ഥികൾക്കും ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ നഗരത്തിലെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ പോയി ഒരു ദിവസം ചിലവഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏറെ ഗുണകരമായിരിക്കും. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൺസൾട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ മുരളി തുമ്മാരുകുടിയുടെ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അദ്ദേഹം എപ്പോഴും കേരളത്തിൻ്റെ കാര്യങ്ങളിൽ അങ്ങേയറ്റം താല്പര്യത്തോടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ വെച്ച നിർദ്ദേശം തന്നെ ഇതിന് സഹായകരമായിട്ടുള്ളതാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞ രീതിയിൽ സർക്കാർ വിദ്യാലയങ്ങൾ മാത്രമല്ല, എന്നാൽ അവസാനം എയ്ഡഡ് സ്കൂളുകളെക്കുറിച്ച് കൂടി പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ സർക്കാർ വിദ്യാലയങ്ങളെന്ന് മാത്രം പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സർക്കാർ വിദ്യാലയങ്ങൾ മാത്രമല്ല എയ്ഡഡ് വിദ്യാലയങ്ങളും നമ്മുടെ ഈ പൊതുവിദ്യാലയങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ്.
അപ്പോൾ സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ള എല്ലാ സ്കൂളുകളും, അതാണ് പൊതുവിദ്യാലയങ്ങൾ, അത് മുഴുവൻ നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മികവ് ആർജിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇവിടെ മുരളി തുമ്മാരുകുടി വെച്ച നിർദ്ദേശം സ്വാഗതാർഹമായ ഒന്നാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അത് പ്രാവർത്തികമാക്കുന്നതിന് പ്രയാസമുള്ളൊരു കാര്യമല്ല. വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച ചെയ്യാം, ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. കുട്ടികൾ, പ്രവാസികളായ കുട്ടികൾ ഇവിടെ വരുമ്പോൾ ഒരു നിശ്ചയ ദിവസവും സമയവുമൊക്കെ നാട്ടിലുള്ള സ്കൂളുകളുമായും കുട്ടികളുമായും രക്ഷിതാക്കളുമായും ബന്ധപ്പെടാനുള്ള സൗകര്യം നമുക്കുണ്ടാക്കാം. അത് മുരളി തുമ്മാരുകുടി പറഞ്ഞതുപോലെ രണ്ടു കൂട്ടർക്കും, വരുന്ന കുട്ടികൾക്കും ഇവിടെയുള്ള കുട്ടികൾക്കും പരസ്പരം ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും നമുക്ക് ചെയ്യാം. ഈ പ്രവാസികളായിട്ടുള്ളവരിൽ പലരും നല്ല അക്കാഡമിഷ്യൻസാണ്, പല അനുഭവമുള്ളവരാണ്. അവർക്ക് ഈ കുട്ടികളുമായി സംവദിക്കാനുള്ള അവസരം നമുക്കൊരുക്കാം. അത് നാട്ടിൽ വരുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ സാധാരണ നിലക്ക് ഹൈടെക്കായി വന്നല്ലോ. അപ്പോൾ ഹൈടെക്കായി വന്നുകൊണ്ട് ആ ഹൈടെക് സംവിധാനം ഉപയോഗിച്ച് കുട്ടികളോട് സംസാരിക്കുന്ന നില സ്വീകരിക്കാൻ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നില്ലേ, ആ നിലക്കുള്ള ഒരു സൗകര്യം ക്ലാസ് മുറികളിൽ, വേറെയല്ല, വീടുകളിലല്ല, ക്ലാസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ സ്കൂളുകളിൽ, ക്ലാസ്സുകളിൽ സംസാരിക്കുന്ന അവസ്ഥ, കുട്ടികളോട് സംസാരിക്കുന്ന അവസ്ഥ, അവരുടെ അനുഭവം പങ്കുവെക്കുന്ന അവസ്ഥ കൂടി നമുക്ക് ആലോചിക്കാവുന്നതാണ്. തീർച്ചയായും അതൊക്കെ കുട്ടികൾക്ക് വലിയ അനുഭവമായി മാറും, അവർക്ക് വലിയ തോതിലുള്ള പ്രചോദനമായിട്ട് മാറും. അങ്ങനെ നല്ല നിർദ്ദേശമാണ് അങ്ങ് വെച്ചിട്ടുള്ളത്. അടുത്തതായി IT രംഗത്തെ വിദഗ്ധനായ ശ്രീ ജോയ് സെബാസ്റ്റ്യൻ, അദ്ദേഹം ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ജോയ് സെബാസ്റ്റ്യൻ്റെ ടെക്ജൻഷ്യ എന്ന കമ്പനിക്കാണ് ഇന്ത്യയുടെ ഔദ്യോഗിക വീഡിയോ കോൺഫറൻസിംഗ് ആപ്പ് നിർമ്മിക്കാനുള്ള അവസരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് നമസ്കാരം. ഇക്കഴിഞ്ഞ 4 വർഷങ്ങളിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം അഭൂതപൂർവമായ ഒരു കുതിച്ചുചാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും ഹൈടെക് വൽക്കരണത്തിനും പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഒക്കെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതൊക്കെ നിൽക്കെ തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരാശങ്ക ഇതാണ്. നമ്മുടെ സ്കൂളുകളിൽ പ്രത്യേകിച്ചും ഹൈസ്കൂൾ വരെയുള്ള IT വിദ്യാഭ്യാസം ഒരു പ്രധാന സബ്ജക്റ്റായിട്ടാണെങ്കിൽ പോലും അത് നടക്കുന്നത് മറ്റ് സബ്ജക്റ്റുകളിൽ പഠിച്ചിറങ്ങിയ അധ്യാപകരുടെ ട്രെയിനിങ് കിട്ടി, അല്ലെങ്കിൽ അധ്യാപകർക്ക് വ്യത്യസ്ത രീതിയിൽ ട്രെയിനിങ് കിട്ടി, അവരാണ് ഈ IT രംഗത്തേക്ക് കുട്ടികളെ കൈപിടിച്ചെത്തിക്കുന്നത്. അപ്പോൾ അതിന് പോരായ്മ ഉണ്ടെന്നല്ല, പക്ഷേ അടുത്ത ഗുണനിലവാരത്തിൽ അടുത്ത തലത്തിലേക്ക് കേരളത്തിലെ IT രംഗത്തെ അല്ലെങ്കിൽ കേരളത്തിലെ IT വിദ്യാഭ്യാസത്തെ പിടിച്ചുയർത്താനുള്ള ഒരു സാധ്യത അന്വേഷിക്കാനുള്ള പശ്ചാത്തല സൗകര്യ വികസനം ഇപ്പം നടന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത, അതായത് IT വിദ്യാഭ്യാസം നേടിയ ഗ്രാജുവേഷനിലും പോസ്റ്റ് ഗ്രാജുവേഷനിലും ഒക്കെ IT വിദ്യാഭ്യാസം നേടിയവരെ നമ്മുടെ സ്കൂളുകളിലേക്ക് വിന്യസിക്കുന്നതിനെ പറ്റി, ഹൈസ്കൂൾ തലമുറയുള്ള സ്കൂളുകളിൽ വിന്യസിക്കുന്നതിനെ പറ്റി, അവരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിനെ പറ്റി നമ്മുടെ സർക്കാർ ആലോചിക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. രണ്ടാമത്തത്, മൊത്തത്തിൽ IT വിവിധ മേഖലകളിലേക്ക്, വിവിധ തലങ്ങളിലേക്ക് വളരെ വികസിച്ച് വളർന്നു പോകുന്ന ഒരു മേഖലയായി വന്നിട്ടുണ്ട്. അവിടെ ഒത്തിരി തൊഴിൽ സാധ്യതകൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. ആ തൊഴിൽ സാധ്യതയ്ക്ക് അനുഗുണമാകുന്ന തരത്തിൽ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസമാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസമാണെങ്കിലും ഗുണമേന്മയിൽ മെച്ചപ്പെടുത്തുന്നതിനെ പറ്റി സർക്കാർ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ടെന്നറിയാം. എങ്കിലും അത് അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് അത് നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് അങ്ങയുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. എല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി. ശ്രീ ജോയ് സെബാസ്റ്റ്യൻ്റെ സ്തുത്യർഹമായ നേട്ടത്തിന് നേരത്തെ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. എങ്കിലും ഒരിക്കൽ കൂടി താങ്കളെ അഭിനന്ദിക്കട്ടെ. ഇവിടെ അങ്ങ് പ്രകടിപ്പിച്ച അഭിപ്രായം അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള പ്രയാസം, +2 കമ്പ്യൂട്ടർ സയൻസിന് അധ്യാപകരുള്ളത്. നിലവിലുള്ള അധ്യാപകരെ എക്വിപ്ഡാക്കി ഡിജിറ്റൽ ക്ലാസ് മുറികളിൽ ക്ലാസ് എടുക്കാൻ കഴിയുന്ന തരത്തിലാണ് നാം ഇപ്പോൾ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അത്രത്തോളം
ആളുകൾ ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഭാവിയിൽ ഇത് പരിഹരിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ കോഴ്സുകൾ, പുതിയ കോഴ്സുകളാണ് വരുന്നത്. ഈ നൂതനമായ കോഴ്സുകൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. കാലാനുസൃതമായ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരികയാണ്. അതിനനുസൃതമായി താഴെ തലത്തിലും മാറ്റങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അപ്പോൾ ആ ഘട്ടത്തിൽ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ സ്വാഭാവികമായും പരിഗണിക്കുമെന്നാണ് എനിക്ക് ഇപ്പോൾ അറിയിക്കാനുള്ളത്. ഒപ്പം തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായ മനുഷ്യ വിഭവശേഷി ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്നതിൽ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഈ കുതിപ്പിന് അത് സഹായകമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി സംഗീത സംവിധായകനായ ശ്രീ എം ജയചന്ദ്രൻ. നമസ്കാരം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെ ഹൈടെക്കായി മാറുകയാണ്. ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു നേട്ടമാണ് നമ്മുടെ സംസ്ഥാനത്തിന്. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു നേട്ടമാണ്. കേരളത്തിൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഹൈടെക് ആക്കുമ്പോൾ നമ്മൾ സംഗീതം പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഈ ഒരു ഹൈടെക് രീതി നമുക്ക് അവലംബിച്ചുകൂടെ, അല്ലെങ്കിൽ അങ്ങനെ അവലംബിക്കുന്നുണ്ടോ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അതിന് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്ന് പ്രത്യേകമായി റിക്വസ്റ്റ് ചെയ്യാൻ ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അങ്ങയുടെ ഒരു അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ശ്രീ എം ജയചന്ദ്രൻ്റെ അഭിപ്രായം സ്വാഗതാർഹമായ ഒന്നാണ്. നമ്മുടെ സംഗീത പഠനം ഉൾപ്പെടെയുള്ളവ പരിപോഷിപ്പിക്കപ്പെടണം എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അപ്പോൾ ഹൈടെക് രീതി അതിനൊന്നിനും തടസ്സമായി വരില്ല എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇപ്പോൾ യുവജനോത്സവം പോലുള്ള കാര്യങ്ങൾക്ക് കുട്ടികളെ സജ്ജമാക്കുന്നതിന് സ്കൂളുകൾ തന്നെയാണല്ലോ ഫലപ്രദമായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ രീതികളും സമ്പ്രദായങ്ങളുമെല്ലാം അതത് സ്ഥലത്ത് പ്രയോഗിക്കാവുന്നതേയുള്ളൂ. കൂടുതൽ മെച്ചപ്പെട്ട ഫലം അതിലൂടെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ആശങ്കയും വേണ്ടതായിട്ടില്ല. ഹൈടെക് രീതികൾ സംഗീത പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കുക തന്നെ ചെയ്യാം. അടുത്തതായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ചലച്ചിത്ര താരം കൂടിയായ ശ്രീ സുധീർ കരമന. നമസ്കാരം. ഈ രാജ്യത്തെ തന്നെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ പൊതുവിദ്യാഭ്യാസ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുന്നു എന്നറിയുന്നത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ എല്ലാവിധ ആശംസകളും. ബഹുമാനപ്പെട്ട CM-നോട് എനിക്കൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. ഹയർ സെക്കൻഡറി തലങ്ങളിലും ഹൈസ്കൂൾ തലങ്ങളിലും സ്മാർട്ട് ക്ലാസ് റൂമും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സംസ്ഥാനം ഈ അടുത്ത കാലത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, അതായത് UP-യിലും പ്രൈമറി തലങ്ങളിലുമെല്ലാം വളരെ സജീവമായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയും. ഈ അടുത്ത കാലത്ത് ഉണ്ടാകുന്ന ഈ പരിവർത്തനം എങ്ങനെയാണ് കലാപരമായ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ചലച്ചിത്രപരമായ പ്രവർത്തനങ്ങൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലെല്ലാം മേക്കിംഗ് ഓഫ് ഫിലിം എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളുടെ ഹൈസ്കൂളിലായാലും UP-യിലായാലും പ്രൈമറി തലങ്ങളിലുമെല്ലാം കലാപരമായ പ്രവർത്തനങ്ങൾക്ക് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഏത് തരത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും? അതുപോലെ തന്നെ സംഗീതം, പണ്ട് സംഗീതത്തിന് പ്രത്യേക ക്ലാസ് റൂംസും അല്ലെങ്കിൽ ക്ലാസ്സും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് സമയപരിമിതി കാരണം ഒരുപാട് കുറവുകൾ അതിനെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കലാപരമായ പ്രവർത്തനങ്ങൾക്ക് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഏത് തരത്തിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചും അതിനുവേണ്ടി എങ്ങനെയാണ് ടൈം അലൗട്ട് ചെയ്യുന്നതും കൂടെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. ഇവിടെ സിനിമാ നിർമ്മാണം ഔദ്യോഗിക പഠന വിഷയമാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കുട്ടികൾ തന്നെ ഇപ്പോൾ ഡോക്യുമെൻ്ററികളടക്കം നിർമ്മിച്ചു തുടങ്ങി എന്നത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല നല്ല രീതിയിൽ ക്യാമറ പ്രവർത്തിക്കുന്നതിൽ വൈദഗ്ധ്യം നേടാനും കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഗൗരവതരമായ ഒരു പഠന സമ്പ്രദായത്തിലേക്ക് നാം ഇപ്പോൾ സ്കൂളുകളിൽ മാറിയിട്ടില്ല. എന്നാൽ അതേസമയം സർക്കാർ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ആ സ്ഥാപനം ഇത്തരം മേഖലയിൽ നമ്മുടെ രാജ്യത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാപനമാക്കി മാറ്റാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിൽ സിനിമ, ടെലിവിഷൻ, വീഡിയോ, ഡിജിറ്റൽ ആർട്സ് ഇവയിലെല്ലാം ഉപരിപഠനം നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്ഥാപനമാണ് കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഉന്നത വിദ്യാഭ്യാസം വകുപ്പിന് കീഴിലുള്ള ഈ സ്ഥാപനത്തിൽ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള മികച്ച പരിശീലനമാണ് ഉദ്ദേശിക്കുന്നത്. സിനിമ, ടെലിവിഷൻ എന്നിവയിലും ആനിമേഷൻ, വിഷ്വൽ ആർട്സ് എന്നിവയിലും ഏറ്റവും മികച്ച പഠനം നടത്താൻ കഴിയുന്ന സ്ഥാപനമായിരിക്കും ഇത്. +2 യോഗ്യത ആവശ്യമുള്ള ഡിപ്ലോമ ഇൻ ആക്ടിംഗ് കോഴ്സിന് പുറമെ തിരക്കഥായൻ സംവിധാനം, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി, ആനിമേഷൻ ആൻഡ് വിഷ്വൽ ഇഫക്ട്സ്, ഓഡിയോഗ്രഫി ഇത്തരം വിഷയങ്ങളിൽ PG ഡിപ്ലോമ കോഴ്സുകളും ഈ സ്ഥാപനത്തിലുണ്ട്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മാതൃകയിൽ പഠനം നടത്താവുന്ന സ്ഥാപനമാണിത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനമാക്കി മാറ്റാനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ രംഗത്ത് വലിയ മാറ്റം സംസ്ഥാനത്ത് തന്നെ ഉണ്ടാക്കുന്നതിനാണ് എന്നത് ശ്രീ സുധീർ ഉൾക്കൊള്ളും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി മിട്ടുപൂച്ചയും തങ്കുപൂച്ചയും ഒക്കെ കുട്ടികൾക്ക് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവർക്കും പ്രിയങ്കരരാക്കി മാറ്റിയ ഓൺലൈൻ ക്ലാസ് പഠനം എത്രത്തോളം ആസ്വാദ്യകരമാക്കാമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച സായി ശ്വേത ടീച്ചർ. നമസ്കാരം സാർ, എൻ്റെ പേര് സായി ശ്വേത. നിലവാരമുള്ള വിദ്യാഭ്യാസം ഏവർക്കും എത്തിപ്പിടിക്കാവുന്നതും താങ്ങാവുന്നതുമാക്കാൻ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിച്ച് ശക്തിപ്പെടുത്തി സ്കൂളുകൾ ഹൈടെക് നിലവാരത്തിൽ ഉയർത്തിയ അങ്ങയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. സാറിനോട് ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. സാർ, കേരളം വിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ ഹൈടെക് സംസ്ഥാനമായി മാറിയിരിക്കുകയാണല്ലോ. ക്ലാസുകൾ ഹൈടെക്കായി, അധ്യാപകർക്ക് പരിശീലനം ലഭിക്കുകയും ചെയ്തു. ഓരോ വിദ്യാലയത്തെയും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കാൻ എന്നെ പോലുള്ള അധ്യാപകർ എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? പിന്നെ ഓരോ സ്കൂളും മികച്ച അക്കാദമിക നിലവാരം പുലർത്തുന്നു എന്ന് ഉറപ്പാക്കാൻ എന്തൊക്കെ നടപടികളാണ് അങ്ങ് സ്വീകരിക്കുക? അതുപോലെ ഹാട്ട്സ്പോട്ടുകളുടെ വിനിമയത്തിനും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനും സാങ്കേതിക സഹായത്തോടെയുള്ള വിദ്യാഭ്യാസം പ്രയോജനപ്പെടുത്താൻ പദ്ധതി ഉണ്ടാകുമോ? ഒരു ചോദ്യം കൂടി. കോവിഡ് ഒരുപാട് ദുരിതങ്ങൾക്ക് ഇടയാക്കിയെങ്കിലും കുറച്ചധികം തിരിച്ചറിവുകൾ നൽകുകയുണ്ടായി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്. ഉദാഹരണമായി നമ്മുടെ ഗൂഗിൾ മീറ്റ് പോലുള്ള സംവിധാനങ്ങളുടെ ഉപയോഗം മൂലം ക്ലാസ് PT ഉൾപ്പെടെ കൂടുതൽ ഫലപ്രദവും സൗകര്യപ്രദവും എന്ന് തിരിച്ചറിഞ്ഞു. ഹൈടെക് രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾ ഭാവിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ? ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എങ്കിലും ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. ഒന്നാമത്തെ അധ്യാപകരുടെ പങ്കിനെക്കുറിച്ചാണ്. ഇതിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകർക്കാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കാനുള്ളത്. കാരണം കുട്ടികളെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുന്നത് അധ്യാപകരാണ്. അതിൻ്റെ ഭാഗമായി തന്നെ അവരെ ശരിക്ക് ബോധവൽക്കരിക്കാൻ അധ്യാപകർക്കാണ് കഴിയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാം ഒരു മാറ്റത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ മാറ്റം വന്നു കഴിഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞു. ആ മാറ്റം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഞാൻ പണ്ട് പഠിച്ചത് ഇതല്ലാലോ, അതുകൊണ്ട് ഈ മാറ്റം എനിക്ക് ബാധകമല്ല എന്നൊരാൾക്കും ചിന്തിക്കാൻ പറ്റില്ല. പുതിയ കാലത്തിനനുസരിച്ച് പുതിയവ മനസ്സിലാക്കാനും അതിനനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കാനും നമുക്ക് കഴിയണം. അപ്പോൾ ആ മാറ്റം ആദ്യം സ്വയം ഉൾക്കൊള്ളുക എന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ അധ്യാപക ലോകം അത് പൂർണ്ണതോതിൽ സ്വാംശീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രയാസവുമില്ലാതെ അധ്യാപകർക്ക് പുതിയ കാര്യങ്ങളിലേക്ക് സ്വയം നീങ്ങാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മാറ്റമാണ്
അക്കാദമിക് രംഗത്ത് കാണാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ ക്ലാസ് മുറികൾ നവീകരിക്കപ്പെടുക എന്ന് മാത്രമല്ല, നമ്മുടെ അക്കാദമിക് മികവ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി കണ്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ പങ്ക് അധ്യാപകരാണ് വഹിക്കുന്നത്. അതിനുതകുന്ന രീതിയിൽ അധ്യാപകരെ വാർത്തെടുക്കാനുള്ള പരിശീലന നടപടികൾ ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനകം പരിശീലനം നടന്നിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാവരും ആ പരിശീലനത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അധ്യാപകർ ഈ നില ശരിയായ രീതിയിൽ തുടരണമെന്ന് തന്നെയാണ് അധ്യാപകരോട് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റത് പിന്നെ ചോദിച്ചത് അക്കാദമിക് നിലവാരം ഉറപ്പുവരുത്തുന്നതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക എന്നതാണ്. ഇവിടെ അക്കാദമിക് നിലവാരം ഉറപ്പുവരുത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇന്നത്തെ ഘട്ടത്തിൽ ഓരോ കുട്ടിയെയും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സംവിധാനം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലാകെ സ്വീകരിക്കുന്നുണ്ട്. അത് ചുരുക്കം കുട്ടികൾക്ക് ഒരു ടീച്ചർ മെൻ്ററായിട്ടുണ്ടാകും. ആ കുട്ടിയുടെ മുഖം വാടിയാൽ ആ അധ്യാപികക്കോ അധ്യാപകനോ മനസ്സിലാവും എന്താണ് വിഷമം, എന്താണ് പ്രശ്നം, ഏതെങ്കിലും പഠനത്തിന് പ്രയാസങ്ങളുണ്ടോ, കുട്ടിക്ക് വല്ല മാനസിക പ്രയാസമുണ്ടോ. വെറും അക്കാദമിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങളിലും കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു കൂട്ടരായിട്ടാണ് നമ്മുടെ അധ്യാപകരെ നാം കാണുന്നത്. ആ തരത്തിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ അധ്യാപകർ ഇടപെടണം എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയുടെയും മെൻ്ററായി അധ്യാപകർ മാറുമ്പോൾ പഠന നിലവാരത്തിൽ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക ഇടപെടൽ അധ്യാപകരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇതിനോടൊപ്പമുള്ള പൊതുവായ കാര്യങ്ങൾ അത് ഓരോ ക്ലാസിൻ്റെ കാര്യത്തിലും ഓരോ സ്കൂളിൻ്റെ കാര്യത്തിലും ഉറപ്പുവരുത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും. മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ചോദിച്ചത്. അതിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഈ ആധുനിക രീതി ഉപയോഗിക്കാൻ എന്തൊക്കെ സഹായമാണ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ വളരെ പ്രസക്തമാണിത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ മറ്റു കുട്ടികളിൽ നിന്നും ഒരു തരത്തിലും പിന്തള്ളപ്പെട്ടു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിതെല്ലാം സ്വായത്തമാക്കാനാവണം. അതിനുള്ള പരിശ്രമങ്ങൾ നല്ല രീതിയിൽ തന്നെ തുടരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. പുതിയ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുമോ എന്ന് ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ നാം നമ്മുടെ കോവിഡ് പശ്ചാത്തലത്തിലാണ് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നത്. പക്ഷേ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് വിജയകരമായി കടക്കാൻ നമുക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? നാം അതിനുള്ള പശ്ചാത്തല സൗകര്യം ആദ്യമേ തന്നെ ഒരുക്കി. നമ്മുടെ വിദ്യാലയങ്ങൾ നേരത്തെ അതിന് സജ്ജമായി. അത് വിദ്യാർത്ഥികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. പല വിദ്യാലയങ്ങളും ഇതിന് സഹായിച്ചു. വിദ്യാർത്ഥികൾ വീടുകളിലാണെങ്കിലും ഇതിന് സാധാരണഗതിയിൽ കഴിവില്ലാതിരുന്ന കുട്ടികൾക്കടക്കം ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നതിന് നാടാകെ ഓടിയെത്തി. ഏതെങ്കിലും ഒരാളല്ല, ഏതെങ്കിലും ഒരു പ്രദേശമല്ല, നാടാകെ ഇതിനു വേണ്ടി ഇറങ്ങി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കേരളത്തിൽ എല്ലാ കുട്ടികളും ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സാധാരണ ക്ലാസ്സിന് പകരമല്ല ഇത്. ഇപ്പോൾ സായി ശോധ ടീച്ചർ നല്ല നിലയിൽ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപികയാണല്ലോ. അവരുടെ ഓൺലൈൻ ക്ലാസ്സും പൊതുവിൽ നാട് സ്വാഗതം ചെയ്തതാണ്. പക്ഷേ ക്ലാസ്സിൽ മുറിക്കകത്ത് കുട്ടികളുമായി സംവദിക്കുന്ന രീതിയിൽ കുട്ടിക്കുണ്ടാകുന്ന ഒരു മാനസികോല്ലാസമുണ്ടല്ലോ, അത് ക്ലാസിൻ്റെ അന്തരീക്ഷവും സ്കൂളിൻ്റെ അന്തരീക്ഷവും എല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ളതാണ്. ആ അന്തരീക്ഷമാണ് സാധാരണ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യം. അതിന് ഏറ്റവും അടുത്ത അവസരം എപ്പോഴാണോ അത് കിട്ടിയാൽ അതിലേക്ക് നമ്മൾ നീങ്ങുക തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല. എന്നാൽ ആ ഘട്ടത്തിലും നമുക്ക് ഇന്നുള്ള സാങ്കേതിക വിദ്യകൾ ഏതെല്ലാം തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും, അതിനുള്ള എല്ലാ സൗകര്യവും
നമ്മുടെ സ്കൂളുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുവഴി അത്തരം കാര്യങ്ങൾ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും, പ്രയോഗത്തിലെത്തിക്കാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഏതായാലും അതൊന്നും ഒരു അടഞ്ഞ അധ്യായമായി സർക്കാർ കാണുന്നില്ല. മാത്രമല്ല, അത്തരം കാര്യങ്ങൾ വേണമെന്ന് തന്നെയാണ് ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൊണ്ട് തന്നെ ഉദ്ദേശിച്ചത്. അടുത്തതായി മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യവുമായി ആര്യ എന്ന കുട്ടി എത്തുന്നു. ഒപ്പം വയനാട്ടിലെ ഒരു രക്ഷിതാവ് കൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. സാർ, എൻ്റെ പേര് ആര്യബിനു എസ്. ഞാൻ വിതുര പഞ്ചായത്തിലെ കല്ലംകുടി ഊരിലാണ് താമസിക്കുന്നത്. ഡോക്ടർ AMMR HSS കട്ടേലയിലെ +1 വിദ്യാർത്ഥിനിയാണ്. പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി സർക്കാർ ഇതുവരെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സാമൂഹ്യ പഠന മുറികൾ പോലുള്ള പദ്ധതികൾ ഞങ്ങൾക്ക് ഈ കൊറോണ കാലത്ത് വളരെയധികം പ്രയോജനകരമായിരുന്നു. ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എൻ്റെ മക്കൾ രണ്ടുപേരും വയനാട്ടിലെ ബത്തേരിയിലെ കുപ്പാടി ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവിശ്വസനീയമായ വിധ മാറ്റങ്ങളാണ് സ്കൂളിലും എൻ്റെ മക്കൾക്കും വന്നു ചേർന്നിട്ടുള്ളത്. അതിനാദ്യം ഞാൻ നന്ദി പറയുന്നു. അങ്ങോട്ട് ചോദിക്കാനുള്ളത്, വയനാട് ആദിവാസി മേഖലയിൽ കൊഴിഞ്ഞുപോക്ക് അനുഭവിക്കുന്ന ഒരു ജില്ലയാണല്ലോ. അതിനുവേണ്ടി ഏകദേശം 250ഓളം മെൻറ്റർമാരെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു പരിഹാരമാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിനെന്താണ് ഈ ഗവൺമെൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ആര്യയും അതേപോലെ തന്നെ വയനാട്ടിലെ രക്ഷിതാവും ഉന്നയിച്ചത്. ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും നല്ല മികവാർന്ന വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. പക്ഷേ ഇവിടെ ആര്യമോൾ പറഞ്ഞതുപോലെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ, അതും ഏറ്റവും പിന്നോക്കം കിടക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായി നേരിടേണ്ടി വരുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ചില നടപടികൾ സർക്കാർ സ്വീകരിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ആദിവാസി കുട്ടികൾ സ്കൂളിലെത്തുമ്പോൾ അവർ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ തന്നെയാണെങ്കിലും സ്കൂളിൽ ആദ്യം എത്തുന്ന കുട്ടി കേൾക്കുന്ന ഭാഷ അവർക്ക് അപരിചിതമായ ഒന്നാണ്. വേറെ ഏതെങ്കിലും ഭാഷയല്ല, മലയാളം തന്നെയാണ് അധ്യാപകർ സംസാരിക്കുന്നത്. പക്ഷേ മലയാളം അവർക്ക് അപരിചിതമാണ്. അവർ വീടുകളിൽ കേട്ടതും, ചെറിയ കുട്ടിയാണല്ലോ ആദ്യം സ്കൂളിൽ ചെല്ലുന്നത്, അവർ വീടുകളിൽ കേട്ടതും അവർക്ക് ശീലമുള്ളതും മലയാളമല്ല, അവരുടെ ഗോത്രഭാഷയുണ്ട്. ഇത് കുട്ടികളെ പരിഭ്രാന്തിയിലാക്കുകയാണ്, അതൊരു മടുപ്പിലേക്ക് എത്തിക്കുകയാണ്, ഈ വിദ്യാഭ്യാസത്തോട് തന്നെ മടുപ്പുണ്ടാക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇതിന് മാറ്റമുണ്ടാക്കാൻ സർക്കാർ ഇടപെട്ടത്. അതിൽ സ്തുത്യർഹമായ പങ്കാണ് നമ്മുടെ പട്ടികജാതി വകുപ്പ് വഹിച്ചത്, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് വഹിച്ചത്. അതിൽ ഇടപെട്ട് മെൻറ്റർ ടീച്ചർമാരെ നിയമിച്ചു. അതിൻ്റെ ഭാഗമായി എന്ത് സംഭവിച്ചു? ഗോത്രഭാഷ അറിയാവുന്ന ആദിവാസി യുവാവും യുവതിയുമൊക്കെ സ്കൂളിൽ ടീച്ചർമാരായി വന്നു. അപ്പോൾ കുട്ടിയുമായി സംവദിക്കാൻ പറ്റി, കുട്ടിക്കൊരു അപരിചിതത്വം ഉണ്ടാവുന്നില്ല, നേരത്തെ ഉണ്ടായ പരിഭ്രാന്തി വിട്ടുമാറുകയാണ്, കുട്ടിക്ക് പഠനത്തിൽ താല്പര്യം വരികയാണ്. ഇതൊരു ഭാഗം. നമ്മുടെ നാടിൻ്റെ സാമൂഹ്യാവസ്ഥ വെച്ചുകൊണ്ട് ചില വീടുകളിൽ പഠന സൗകര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ ആദിവാസി ഊരുകളിൽ വീടുകൾ തൊട്ട് കിടക്കുകയാണ്, അവിടെ ഒരു പഠനമുറി എടുക്കുന്നതിന് സൗകര്യമില്ല. പട്ടികജാതി വിഭാഗത്തിൻ്റെ വീടാണെങ്കിൽ പഠനമുറി അതിനോടൊപ്പം എടുക്കാം, അങ്ങനെ പഠനമുറി എടുത്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാമൂഹ്യ പഠനമുറി വേണ്ടി വരും. അതാണ് നേരത്തെ ആര്യമോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച സാമൂഹ്യ പഠനമുറി. ആ സാമൂഹ്യ പഠനമുറി ഇവിടെ പറഞ്ഞു വലിയ തോതിൽ കുട്ടികൾക്ക് സഹായകരമായി എന്നത്. അത് ആ കോളനിയിലെ കുട്ടികൾക്ക് ഒന്നിച്ച് വന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ടാക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് മാറിയത്. ഇത് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കപ്പെട്ടു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പദ്ധതികൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രാവർത്തികമാക്കുന്നതോടൊപ്പം തന്നെ ഹോസ്റ്റലുകൾ, പഠന സൗകര്യങ്ങൾ, പഠനത്തിന് വേണ്ടി വരുന്ന മറ്റ് ചെലവുകൾ, വിദേശത്തടക്കം പോയി പഠിക്കണമെങ്കിൽ അതിനു വേണ്ടി വരുന്ന ചെലവ്, ഇതെല്ലാം സർക്കാർ വഹിക്കുന്നതിന് സന്നദ്ധമായി. ഇതിൻ്റെ കൂടെ ഇന്നത്തെ ഘട്ടത്തിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ഒരു കാലതാമസവും വരുത്താതായി. കൃത്യമായി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന നിലയായി. ചില കാലങ്ങളിൽ ഒരുപാട് കുടിശ്ശിക കിടക്കാറുണ്ട്. ആ അവസ്ഥക്കൊക്കെ മാറ്റം വരുത്താൻ കഴിഞ്ഞു. ഹോസ്റ്റലുകളുടെ സൗകര്യം വർദ്ധിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ പ്രത്യേക ശ്രദ്ധയോടെയാണ് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ, ഇതിൻ്റെ എല്ലാം ഭാഗമായി സംഭവിച്ചത് ആ കൊഴിഞ്ഞു പോക്കിലും വലിയ തോതിലുള്ള കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞതിന് ശേഷം തൊഴിൽ ലഭിക്കുന്നതിനുള്ള അതിന് ചില സ്കിൽ ഡെവലപ്മെൻറ്റ് വേണം. അതിനുള്ള പരിശീലനം ഒരു ഭാഗത്ത് നൽകുന്നു. അതോടൊപ്പം തന്നെ വിദേശത്തടക്കം തൊഴിൽ കിട്ടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. അങ്ങനെ തൊഴിൽ കിട്ടിപ്പോയ അനേകം യുവതി യുവാക്കളുണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഇടപെടലും ഇതിനോടൊപ്പം തന്നെ നടത്തുകയാണ്. അപ്പോൾ എല്ലാ പഠന സൗകര്യങ്ങളും ഒരുക്കുന്നു, കൊഴിഞ്ഞുപോക്ക് പരമാവധി കുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു, ആവശ്യമായ മുഴുവൻ പിന്തുണയും നൽകുന്നു, തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള പരിശീലനവും തൊഴിൽ ലഭ്യമാക്കലും എല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിൽ നടക്കുകയാണ്. തീർച്ചയായും ഡിജിറ്റൽ വൽക്കരണത്തോടൊപ്പം എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ട് വിദ്യാഭ്യാസം അതിൻ്റെ സമഗ്രതയിൽ നടപ്പാക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അടുത്തതായി അഭിപ്രായം പങ്കുവയ്ക്കാനെത്തുന്നു കേരളത്തിൻ്റെ സ്വന്തം ഫുട്ബോൾ താരം ശ്രീ CK വിനീത്. നമസ്കാരം. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ദിനമാണിന്ന്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം 100% ഹൈടെക് ആവുകയാണ്. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇതിന്റെ കൂടെ എന്റെ മേഖല കായിക രംഗമാണ്. എനിക്ക് ചോദിക്കാനുള്ളത് കായിക രംഗത്തെക്കുറിച്ചാണ്. അക്കാദമിക്കലി ഹൈടെക് ആകുന്നതിന്റെ കൂടെ കേരളത്തിലെ കായിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനും ഗ്രൗണ്ട് അടക്കമുള്ള ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുന്നതിനുമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ സർക്കാരിന്റെ മുന്നിലുണ്ടോ? അതിന്റെ കൂടെ തന്നെ നല്ല കായിക പ്രതിഭകളെ കണ്ടെത്തണമെങ്കിൽ നല്ല അധ്യാപകരെ ആവശ്യമാണ്. പല സ്കൂളുകളിലും കായിക അധ്യാപകർ ഇല്ലാത്ത ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട്. ഇത് മാറ്റാനും എല്ലാ സ്കൂളുകളിൽ കായിക അധ്യാപകരെ നിയമിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ സർക്കാരിനുണ്ടോ? വിനീതിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായ ഒന്നാണ്. കാരണം നമ്മുടെ വിദ്യാലയങ്ങളിൽ എന്താണ് കായിക മേഖലയിൽ അഭിവൃദ്ധി നേടുന്നതിന് സർക്കാർ നൽകുന്ന പ്രോത്സാഹനം എന്താണ്? ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ഒട്ടേറെ സ്റ്റേഡിയങ്ങൾ ഒന്നിച്ച് സ്കൂളുകളുടെ ഭാഗമായിട്ടുള്ളതും അടക്കം ഉദ്ഘാടനം ചെയ്യുന്ന നിലയുണ്ടായത്. സ്കൂൾ സ്റ്റേഡിയങ്ങൾക്കും നല്ല പരിഗണനയാണ് സർക്കാർ നൽകി വരുന്നത്. നമ്മുടെ നാട്ടിൽ വിവിധ സ്ഥലങ്ങളിൽ പൊതു സ്റ്റേഡിയങ്ങൾ ഒരുക്കുകയാണ്. ഒരു കൂട്ടം സ്റ്റേഡിയങ്ങൾ കേരളത്തിലാകെ ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. അപ്പോൾ കായിക വിദ്യാഭ്യാസം സാധാരണഗതിയിൽ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്താണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാലയങ്ങളിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നതിന് പ്രാമുഖ്യം കൊടുക്കുകയാണ്. നേരത്തെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം പൊതുവേ നമുക്ക് കാണാൻ കഴിയും.
അതോടൊപ്പം അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യം കായിക അധ്യാപക നിയമനത്തിൻ്റെ കാര്യമാണ്. ഇക്കാര്യത്തിൽ SSA പദ്ധതിയിൽ ഉൾപ്പെടുത്തി കലാകായിക അധ്യാപകർക്ക് സർക്കാർ അവസരമൊരുക്കി എന്നത് നാം പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധ്യമായ ഇടപെടലുകളും നടത്തി ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന സാഹചര്യത്തിലുണ്ടായിരുന്നവരെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് സർക്കാർ എടുത്തിരുന്നത്. നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഗൗരവമായി തന്നെ പരിഗണിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് വിനീത് മുഖേന രാജ്യത്തോട് പറയാനുള്ളത്. അടുത്തതായി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയും ചലച്ചിത്ര താരവുമായ ശ്രീമതി മാല പാർവതിയുടെ വാക്കുകളിലേക്ക്. സർക്കാർ സ്കൂളുകളിലെ നിലവാര തകർച്ചയെക്കുറിച്ച് ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. അതിൽ ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാമെന്ന സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. സർക്കാർ സ്കൂളൊക്കെ അത്രയേ ഉള്ളൂ എന്നൊരു വിചാരം പൊതുബോധത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതിന് വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, നിസ്സംശയം പറയാം. കാരണം പൊളിക്കാനിരുന്ന മാലാപ്പറമ്പ് സ്കൂളിനെ അന്തർദേശീയ നിലവാരത്തിലേക്കാണ് ഉയർത്തിയത്. എനിക്കൊന്ന് കോഴിക്കോട് സ്കൂള് കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പലരും. അത്രയും ഗംഭീരമായ സ്കൂളുകൾ അതിപ്പോൾ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് സ്മാർട്ട് ക്ലാസ്സുകളായാലും നല്ല അന്തർദേശീയ നിലവാരത്തിലുള്ള എല്ലാ സാങ്കേതിക വിദ്യകളുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ള നിലവാരമുള്ള ഗംഭീര സ്കൂളുകളായി മാറുന്നു. കോവിഡ് കാലം നമ്മളെ വല്ലാതെ പരീക്ഷണത്തിലൂടെ കടത്തിവിട്ടപ്പോഴും പൊതുവിദ്യാഭ്യാസ രംഗം തളരാതെ നിന്നു. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങളിൽ മെച്ചപ്പെട്ട രീതിയിൽ പോയെങ്കിലും ചില പരാതികൾ വന്നത് പിന്നോക്ക ജില്ലകളിൽ നിന്നും അതുപോലെ ആദിവാസി മേഖലകളിൽ നിന്ന് ചില കോളനികളിൽ നിന്ന് തീരദേശ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് ചില പരാതികൾ ഉണ്ടായത്. അതിനെ സംബന്ധിച്ച് ഒരു ഗ്രീവിയൻസ് സെല്ല് അങ്ങ് തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് കുട്ടികൾക്ക് പരാതി പറയാനും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും സാധിച്ചേനെ. നമസ്കാരം. ഇവിടെ സിനിമാ താരം പാർവതി പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. കുട്ടികൾക്ക് ഗ്രീവൻസ് പറയാൻ ഒരു വേദി വേണം. നേരത്തെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ ഞാൻ പറയുകയുണ്ടായി, നമ്മുടെ കുറച്ച് കുട്ടികളുടെ മെൻ്ററായി ഒരു ടീച്ചർ ഉണ്ടാകുമെന്ന്. അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇതുകൂടിയാണ്. ഞാൻ അന്ന് പറഞ്ഞു, ആ സമയത്ത് ഞാൻ പറഞ്ഞു, കുട്ടിയുടെ മുഖം വാടിയാൽ അത് മനസ്സിലാക്കാൻ ആ അധ്യാപികക്കോ അധ്യാപകനോ കഴിയണമെന്ന്. കുട്ടിക്ക് എന്ത് തരം പ്രശ്നങ്ങളുണ്ടായാലും, ഇന്നത്തെ കാലത്ത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വീട്ടിൽ നിന്നുള്ളതുണ്ട്, പുറത്തുനിന്നുള്ളതുണ്ട്, പലതരത്തിലുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടി പറയാതെ തന്നെ മനസ്സിലാക്കാൻ ഈ അധ്യാപികയ്ക്കും അധ്യാപകനും കഴിയണം. അതോടൊപ്പം അവർ സ്ഥിരമായി കുട്ടിയെ ബന്ധപ്പെടുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു നില സ്വീകരിക്കുന്നതുകൊണ്ട് എന്തും പറയാവുന്നൊരവസ്ഥയിലേക്ക് കുട്ടിയും എത്തിച്ചേരും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറയാവുന്ന അവസ്ഥയിലേക്ക് കുട്ടിയും എത്തിച്ചേരും. ഏത് ഗ്രീവൻസ് സെല്ലിനേക്കാളും ഏറ്റവും മികച്ചതായിരിക്കും ഇത്. അതോടൊപ്പം തന്നെ ഇത്തരം സെല്ലുകൾ അത് സ്വാഭാവികമായി പ്രവർത്തിക്കുന്ന നിലയുണ്ടാവും. ചൈൽഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട സെല്ലുകളിപ്പോൾ ഓരോ പ്രദേശത്തും പ്രവർത്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. എന്നാൽ ഏറ്റവും പ്രധാനമായി ഇത് നല്ല നിലക്ക് പ്രാവർത്തികമാകുമ്പോൾ അത് വലിയൊരുറപ്പ് കുട്ടികളുടെ സംരക്ഷണ കാര്യത്തിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി ഒരു വിദ്യാർത്ഥി നമുക്കൊപ്പം ചേരുന്നു. കോഴിക്കോട്ട് നിന്നും നിഹാൽ. നമസ്കാരം. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മണാശ്ശേരിയിൽ നിന്നും നിഹാലാണ്. ആദ്യം തന്നെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് ആക്കിയത് മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം എന്തെന്ന് വെച്ചാൽ, കേരളത്തിലെ സ്കൂളുകൾ ഇത്രയ്ക്കും ഹൈടെക് ആക്കിയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇ റീഡർ സംവിധാനം കൂടി കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ്. എത്ര ഉയർന്ന ചിന്തയാണ് കുട്ടികൾക്കുള്ളത് എന്ന് നമ്മൾ കാണേണ്ടതാണ്. ഇതാണ് കേരളത്തിലെ ഒരു ശരാശരി കുട്ടി. ഇപ്പോൾ ഇ റീഡർ വേണമെന്നാണ് നിഹാലിൻ്റെ ചിന്ത. ഏതായാലും നമ്മളിപ്പോൾ കുട്ടികൾക്കെല്ലാം സ്വന്തമായി ലാപ്ടോപ്പ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് നല്ല നിലക്ക് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും
നിഹാലിൻ്റെ സ്വപ്നം അത് സ്വപ്നമായിട്ട് മാത്രം അവശേഷിക്കില്ല. ഈ റീഡർ പോലുള്ള സംവിധാനങ്ങൾ ക്രമേണ വരും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അടുത്തതായി മറ്റൊരു വിദ്യാർത്ഥി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശങ്കരൻ എന്ന് വിളിക്കുന്ന നിധിൻ എന്ന കൊച്ചുമിടുക്കനാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ്. നിധിൻ്റെ വാക്കുകളിലേക്ക്. ഞാൻ ശങ്കരൻ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അപ്പൂപ്പനോടുള്ള നന്ദിയും സ്നേഹവുമാണ്. ഇനി എനിക്ക് അപ്പൂപ്പനോട് ഒരു കാര്യം കൂടെ ചോദിക്കാറുണ്ട്. ഞാൻ പഠിക്കുന്നത് തിരുവനന്തപുരത്തെ വഴുതക്കാട് ശിശുകർ UPSലാണ്. അവിടെ 4Bയിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ചേട്ടന്മാരുടെ ക്ലാസ് ഹൈടെക് ആക്കിയതുപോലെ ഞങ്ങളുടെ ക്ലാസ്സുകൾ കൂടെ ഹൈടെക് ആക്കി തരുമോ മുഖ്യമന്ത്രി അപ്പൂപ്പ? അപ്പോൾ നിതിൻ ശങ്കരൻ നല്ല മിടുക്കനാണെന്ന് തോന്നുന്നുണ്ട്. നല്ല അഭിനന്ദനങ്ങൾ. മിടുക്കനായിട്ട് തന്നെ വളർന്നു വരണം. ഇതേ രീതിയിൽ തന്നെ നല്ല പ്രതികരണശേഷിയോടെ മുന്നോട്ട് പോകാൻ ഈ കൊച്ചുമിടുക്കന് കഴിയട്ടെ എന്ന് ആദ്യമായും ആശംസിക്കുകയാണ്. ഇവിടെ നിതിൻ്റെ ആഗ്രഹം അതുതന്നെയാണ് സർക്കാരും ആഗ്രഹിക്കുന്നത്. ഒരു ക്ലാസ് റൂം ഹൈടെക് ആക്കുക എന്നുള്ളതല്ല, ഒരു ക്ലാസ് റൂം സ്മാർട്ടാവുക എന്നുള്ളതുമല്ല, എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ടാകലാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറഞ്ഞു. അതുതന്നെയാണ് ശങ്കരൻ്റെ സ്വപ്നത്തിനും മറുപടിയായി പറയാനുള്ളത്. എല്ലാ സ്കൂളുകളും, സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളും സ്മാർട്ടാകും, ഹൈടെക് ആകും. ഒരു ആശങ്കയും വേണ്ട. ചേട്ടൻ്റെ ക്ലാസ് പോലെ തന്നെ ശങ്കരൻ്റെ ക്ലാസ്സും വരും എന്നതിൽ ഉറപ്പിക്കാം. CM, ഇപ്പോൾ പല മേഖലകളിൽ നിന്നുള്ള, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ അവരുടെ പ്രതീക്ഷകളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് നാം കണ്ടു. ഇതിനിടയ്ക്ക് ചോദിക്കട്ടെ, ഇതൊക്കെ പറയുമ്പോഴും ചില പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഈ സമയത്ത് ഒരു വിമർശനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതിനോട് എന്താണ് മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാനുള്ളത്? അതിന് ഒന്നും പറയാതിരിക്കലാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നാടാകെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നാടിനാകെ ഇക്കാര്യത്തിൽ നല്ല ബോധ്യമുള്ളതാണ്. ഇതൊന്നും ഏതെങ്കിലും ഒരു ഭാവനയിൽ നിന്ന് പറയുന്ന കാര്യമല്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ എല്ലാ പ്രദേശത്തും ഉള്ളതാണല്ലോ. അതിലേറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ, ഈ വിദ്യാലയങ്ങളെ ഈ തരത്തിൽ മാറ്റുന്നതിന് പങ്കുവഹിച്ചവരാണ് ഈ പറയുന്ന സംഘടനയുടെ അധ്യാപകരും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ആരും ഇതിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ആരും ഇതിനോട് എതിർപ്പ് പറഞ്ഞുകൊണ്ട് ഞങ്ങളിതിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിന്നിട്ടില്ല. എല്ലാവരും ഇതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ സംഘടന എന്ന് പറയുമ്പോൾ സംഘടനാ നേതൃത്വത്തിന് അവരുടേതായ മറ്റ് ചില ചിന്തകൾ വരും, അല്ലെങ്കിൽ മറ്റ് ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ആ സംഘടനാ നേതൃത്വങ്ങൾ നിർബന്ധിതമാകും. ആ സംഘടനയിൽ അണിനിരന്നിട്ടുള്ള അധ്യാപകരുടെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം അവർക്ക് രേഖപ്പെടുത്തേണ്ടി വരികയാണ്. അതുകൊണ്ട് ആ നേതൃത്വത്തോട് സഹതാപം തോന്നുന്നു. അധ്യാപകർ ആ സംഘടനയിലുള്ളവരും നല്ല പങ്കാണ് ഇക്കാര്യത്തിൽ വഹിച്ചത് എന്ന് പ്രത്യേകം കാണുന്നു. ഇതെല്ലാം വിജയിച്ചത് സർക്കാരിൻ്റെ എന്തോ ഒരു വല്ലാത്ത നേട്ടമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടതില്ല. സർക്കാർ ഇതിൻ്റെ കൂടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടണം. അത് തകർന്നു പോകുന്നു. അതിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമമാണ് നാം നടത്തിയത്. ഇതാണ് നാം കാണേണ്ടത്. എന്നാൽ സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ, അധ്യാപകർ, രക്ഷാകർത്താക്കൾ, അധ്യാപക രക്ഷാകർതൃ സമിതി, പൂർവ്വ വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസ തൽപരരായ നാട്ടുകാർ, അങ്ങനെ മുഴുവൻ പേരും അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നാട്ടിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ സംഘടനകളും ഇതിൻ്റെ ഭാഗമായി അണിനിരന്നു. അവർക്കെല്ലാം അവകാശപ്പെട്ടതാണ് ഈ ക്രെഡിറ്റ്. നമ്മുടെ നാടിന് അവകാശപ്പെട്ടതാണ് ഈ ക്രെഡിറ്റ്. അത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിൻ്റെ ഭാഗമായി
തള്ളിപ്പറയല്ലേ എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളൂ. എല്ലാവർക്കും നന്ദി. ഞാൻ പരാമർശിച്ച ഇവർക്കെല്ലാം, ഇത് വിജയിപ്പിച്ചതിന് പൂർണ്ണമായി സഹകരിച്ച ഇവർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും വിദ്യാഭ്യാസ രംഗത്ത് കേരളം എല്ലാ കാലവും നിലനിർത്തിയിട്ടുള്ള മുന്നേറ്റം, കുതിപ്പ്, അത് കാതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രഖ്യാപനമാണ് ഇന്നുണ്ടായത്. ഏതായാലും അതിനോട്, സർക്കാരിൻ്റെ ഈ നടപടിയോട് ഉള്ള നാടിൻ്റെ നന്ദി പ്രകാശനം കൂടിയായി ഈ അഭിമുഖ വേദി മാറി എന്ന് കരുതുന്നു. വളരെയധികം നന്ദി മുഖ്യമന്ത്രി, ഇത്രയും സമയം ചെലവഴിച്ച് വിദ്യാഭ്യാസ രംഗത്ത് താങ്കളുടെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചതിന് നന്ദി.